അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മഹാന്മാരായ ഷീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം എന്നിവരുടെ ചരിത്രം. അബൂന ആദം അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു അൻഹ ദമ്പതിമാരുടെ ഓമന മകനായിരുന്നു ഹാബീൽ. ആ കുട്ടിയാണ് ലോകത്ത് ആദ്യമായി വധിക്കപ്പെട്ട മനുഷ്യൻ. മാതാപിതാക്കൾ കടുത്ത ദുഃഖത്തിലായി. ഒന്ന് മന്ദഹിസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. സംവത്സരങ്ങളോളം ദുഃഖക്കടലിലായിരുന്നു. പിന്നെ അല്ലാഹു ജല്ല ജലാലുഹിൽ നിന്ന് ആശ്വാസ സന്ദേശം വന്നു. യോഗ്യനായ പുത്രന്റെ പിറവി. പകരം കിട്ടിയ കുട്ടിയാണ് ഷീസ് അലൈഹിസ്സലാം. പൗരാണിക കാലത്ത് മനുഷ്യവർഗത്തിന് സന്മാർഗത്തിന്റെ പ്രകാശം കാണിച്ചു കൊടുത്ത രണ്ട് മഹാപ്രവാചകന്മാർ ഷീസ്, ഇദ്രീസ് അലൈഹിമുസ്സലാം. ഇരുട്ടിന്റെ ശക്തികളായ ഖാബീൽ വംശജർക്കെതിരെ ഇദ്രീസ് അലൈഹിസ്സലാം നടത്തിയ പോരാട്ടങ്ങൾ. ആദ്യമായി പേന കൊണ്ടെഴുതി, ആദ്യമായി ഉടുപ്പ് തുന്നിയുണ്ടാക്കി, വാളും പരിചയുമായി യുദ്ധം ചെയ്ത ഒന്നാമത്തെ പോരാളി, ആദ്യത്തെ കുതിര സവാരിക്കാരൻ. അങ്ങനെ നിരവധി മേഖലകളിൽ ഇദ്രീസ് അലൈഹിസ്സലാം ഒന്നാമനാണ്. അവരുടെ ചരിത്രം വായിക്കുന്ന ഏതൊരു വിശ്വാസിയും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേൽ പ്രവാചകന്മാരുടെ സമുദായം വഴിപിഴക്കാനുണ്ടായ കാരണങ്ങളാണ്. പിശാച് അവരെ വഞ്ചിച്ചു. അവന്റെ ചതിക്കുഴിയിൽ വീഴാതെ രക്ഷ നേടാൻ നിരന്തരം ഖുർആൻ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു. പിശാച് പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. വിശ്വാസമെന്ന ആയുധം നാം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ശരീരേച്ഛകൾ കൈവടിയണം. ആഖിബത്ത് നന്നാവണം. അതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ. അങ്ങനെ ദുഃഖം നിറഞ്ഞ 5 വർഷങ്ങൾ. ആ 5 വർഷം എങ്ങനെയാണ് കടന്നുപോയതെന്നറിയില്ല. കണ്ണീരിൻ്റെയും നെടുവീർപ്പിൻ്റെയും കാലം. നൊന്തു പ്രസവിച്ച മകൻ, ആദ്യത്തെ കൺമണി, താലോലിച്ചു വളർത്തിയ പൊന്നോമന മകൻ. അവൻ ഈ കടും കൈ ചെയ്തല്ലോ, എങ്ങനെ ഇത് സഹിക്കും അല്ലാഹുവേ? സഹിക്കാനും ക്ഷമിക്കാനും കഴിവ് നൽകണമേ. തീറ്റയും കുടിയും മറന്ന പകലുകൾ, ഉറക്കമില്ലാത്ത രാവുകൾ. ആദ്യ പ്രസവത്തിൽ ഇരട്ടകളായിരുന്നു, ഒരു മോനും ഒരു മോളും. എന്തൊരഴകുള്ള മക്കൾ. വിശാലമായ ഭൂമി, അതിലധിക ഭാഗവും കടൽ. പിന്നെ എന്തെല്ലാം തരത്തിലുള്ള ജലാശയങ്ങൾ. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അവയുടെ ഉച്ചിയിൽ തട്ടി നിൽക്കുന്ന മേഘങ്ങൾ, മനോഹരമായ താഴ്വരകൾ, കളകളാരവം മുഴക്കുന്ന പറവകൾ, പലതരം മൃഗങ്ങളുടെ കൂട്ടങ്ങൾ. അവയ്ക്കിടയിൽ മനുഷ്യരായി തങ്ങൾ 2 പേർ മാത്രം. സറം ദ്വീപിലെ താമസക്കാർ, ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹായും. പച്ച പുതച്ച മലകൾ, കാടുകൾ, പൂക്കൾ വിടർന്നു നിൽക്കുന്ന വിവിധയിനം ചെടികൾ. സറം ദ്വീപിന് ചുറ്റും അലയടിച്ചു വരുന്ന അറബിക്കടൽ. ഏകാന്തത അനുഭവിക്കുന്ന കാലത്താണ് 2 ഓമന മക്കൾ പിറന്നത്. ഏകാന്തതയിലെ കൂട്ടുകാർ. അവരുടെ കളിയും ചിരിയും മനസ്സിനെ കുളിരണിയിപ്പിച്ചു. കരയുമ്പോൾ പാൽ കൊടുക്കും, എടുത്തോമനിക്കും. ഉപ്പ ഒരാളെ എടുത്തോമനിക്കും, ഉമ്മ മറ്റേ കുഞ്ഞിനെ ഓമനിക്കും. മോളെയും മോനെയും മാറിയെടുത്ത് മോൾക്കും മോനും മാറി മാറി മുലപ്പാൽ കൊടുത്തു. ഇളം ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി മനസ്സിനെ കോരിത്തരിപ്പിച്ചു. ഹാബീലും ഇഖ്ലീമയും. ഉമ്മായുടെ അഴക് ഇഖ്ലീമക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വളരുകയാണ്. ഭൂമിയിൽ മനുഷ്യരായി തങ്ങൾ 4 പേർ മാത്രം. പിന്നെയുള്ളത് ശത്രുവാണ്, കൊടും ശത്രു, ശപിക്കപ്പെട്ട ഇബ്ലീസ്. ചതിക്കുഴിയിൽ വീഴ്ത്തിയവൻ. അവൻ മക്കളെ നോട്ടമിട്ട് ചതിക്കാൻ നോക്കും. തങ്ങളിരുവരും സ്വർഗത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഭൂമിയിൽ വന്നത്. സ്വർഗത്തിലെ ജീവിതം സുഖസുന്ദരം. ഭൂമിയിൽ അങ്ങനെയല്ല.
കഷ്ടപ്പെട്ട ജീവിതമാണ്. 4 ആൾക്ക് ജീവിക്കണം. ഭക്ഷണം വേണം, അധ്വാനിച്ചുണ്ടാക്കണം, നിലം കിളക്കണം, ധാന്യങ്ങൾ വിതക്കണം, നനക്കണം, കൃഷി പരിചരിക്കണം, ആടുകളുണ്ട്, അവയെ മേക്കണം, പരിപാലിക്കണം, ആട്ടിൻപാൽ കിട്ടും, ആടിൻ്റെ രോമം കൊണ്ട് വസ്ത്രങ്ങളും ഉണ്ടാക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം വരും, ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. നന്നായി അധ്വാനിക്കണം. ഭാര്യയും ഭർത്താവും നന്നായി ജോലി ചെയ്ത് ജീവിക്കുന്നു. അധ്വാനത്തിൻ്റെ സന്തോഷം. കാലം കടന്നുപോയപ്പോൾ ഹവ്വ ബീവി വീണ്ടും ഗർഭിണിയായി. ഇരട്ടകളെ പ്രസവിച്ചു, മോനും മോളും. ഹാബീൽ, ലബൂദ. 6 പേരടങ്ങുന്ന കുടുംബം. സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം. കാലം കടന്നുപോയപ്പോൾ ഹവ്വ റളിയല്ലാഹു അൻഹ പലതവണ ഗർഭിണിയായി. ഇരട്ടകളെ പ്രസവിച്ചു. മൂത്ത കുട്ടികൾ വളർന്നു. അവരും കൃഷിപ്പണി തുടങ്ങി. 4 കാലികളെ വളർത്താൻ തുടങ്ങി. മൂത്തവർക്ക് വിവാഹപ്രായമായി. 20 വയസ്സ് വരെയായി. ഇനി അവർ വിവാഹിതരാവണം. ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യണം. അതാണ് ചിട്ട. മൂത്ത മകൻ ഖാബീൽ അടുത്ത പ്രസവത്തിലെ ലബൂദയെ വിവാഹം ചെയ്യണം. ആദ്യ പ്രസവത്തിലെ ഇക്ലീമയെ അടുത്ത പ്രസവത്തിലെ ഹാബീൽ വിവാഹം ചെയ്യണം. പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും ഹവ്വ റളിയല്ലാഹു അൻഹാക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഖൽബ് തകരുന്ന വാർത്തയല്ലേ പിന്നെ കേട്ടത്. ഇൻഷാ അല്ലാഹ് തുടരും.